അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് വന്നേക്കുന്നത് ബോട്ടിൻ്റെ ഒരു എയർപോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി കഴിയുമ്പോൾ ചാർജ് കയറുന്നില്ല, അതുപോലെ തന്നെ ചാർജ് നിൽക്കുന്നുമില്ല എന്നാണ് ഇതിൻ്റെ പ്രശ്നം. കസ്റ്റമർ ഇതിൻ്റെ ബാറ്ററി മാറ്റിയാൽ മതിയാവുന്നതാണ്. ബട്ട് ചാർജ് കയറണമെങ്കിൽ ഇതിൻ്റെ ബാറ്ററി മാറ്റേണ്ട വരില്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൽ ശരിയാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഇത് ഓപ്പണർ വെച്ച് ഊരിയെടുക്കാം. തുറന്നെടുത്തതിനപ്പോൾ തന്നെ ഗൈസ് കണ്ടോ നമ്മുടെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കണക്ഷൻ വിട്ട് കിടക്കുകയാണ്. അതാണ് അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ. ബാറ്ററി എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററിക്ക് വലിയ ഡാമേജ് ഒന്നുമില്ല. അടുത്തായിട്ട് ഈ രണ്ട് സ്ക്രൂ അങ്ങോട്ട് അഴിക്കാം. അതിനുശേഷം ഇത് അങ്ങോട്ട് ഊരിയെടുക്കുക. സ്ക്രൂ മറ്റൊക്കെ നോക്കി ഇത് ഇങ്ങോട്ട് അഴിച്ചെടുക്കുക. നമ്മൾ ഇത് അഴിച്ചെടുക്കാൻ കാരണം ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ. അപ്പോൾ സോൾഡ് ടൈം ഇവിടെ കൊണ്ട് ഉരുകാതിരിക്കാനാണ്. അപ്പോൾ ഇതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയ വയറാണ് എടുത്തത്. കാരണം ഈ വയറിൻ്റെ ലെങ്ത്ത് നമ്മൾ സോൾഡ് ടൈം കുറയും, കട്ട് ചെയ്ത് കയറ്റും. അതുകൊണ്ടാണ് ഈ പ്ലസും വി മൈനസും ഉണ്ട്. ഇതിനകത്ത് വി പ്ലസ് എന്നുള്ളത് ഇവിടെയാണ്, 5 വോൾട്ട് പ്ലസ് ഇവിടെയും, ഗ്രൗണ്ട് എന്നുള്ളവിടുത്ത് മൈനസും ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് നേരെ നമുക്ക് സോൾഡ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കാം. ഇതിന് സ്ക്രൂ ചെയ്യാം. ഇത് സ്ക്രൂ ചെയ്തതിന് ശേഷം ഇത് തിരിച്ചിറക്കി വെക്കാം. ഇതങ്ങ് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കുത്തി വെക്കാം. എന്നിട്ട് ഗൈസ് ഇപ്പോൾ കണ്ടോ എല്ലാ സാധനവും സെറ്റ് ആയിട്ടുണ്ട്. സാധനം വർക്കിംഗ് ആയിട്ടുള്ള എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഓൺ ആവണമുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.